ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതുവർഷം പിറക്കുന്നതോടെ ബാങ്കിംഗ്, നികുതി, അതുപോലെ ഗാർഹിക ബജറ്റ് എന്നിവയെ ബാധിക്കുന്ന നിർണായകമായ പല മാറ്റങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് പാൻ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നതാണ്. നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ഇതുവരെ ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ജനുവരി 1 മുതൽ ബാങ്കിംഗ് സേവനങ്ങളെയും സർക്കാർ സേവനങ്ങളെയും അത് ബാധിക്കും. പാൻ ആധാർ ബന്ധിപ്പിക്കൽ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് പൂർത്തിയാക്കാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമായേക്കാം. ഇത് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും റീഫണ്ടുകൾ ലഭിക്കുന്നതിനും തടസ്സമാകും. അടുത്തത് 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്ന കാര്യമാണ്. 7ാം ശമ്പള കമ്മീഷൻ്റെ കാലാവധി 2025 ഡിസംബർ 31 അവസാനിക്കുന്നതോടെ 2026 ജനുവരി 1 മുതൽ 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരും. ഇതിലൂടെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അതുപോലെ പെൻഷൻകാർക്കും ശമ്പളത്തിലും പെൻഷനിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ശമ്പള വർധനവ് സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. മൂന്നാമത്തെ കാര്യം ക്രെഡിറ്റ് സ്കോർ പുതുക്കൽ ആഴ്ചയിലൊരിക്കൽ നടക്കുന്നതാണ്. നിലവിൽ 15 ദിവസത്തിലൊരിക്കൽ പുതുക്കുന്ന ക്രെഡിറ്റ് സ്കോറുകൾ ഇനി മുതൽ ആഴ്ചയിലൊരിക്കൽ പുതുക്കും. ഇതോടെ വായ്പാ തിരിച്ചടവുകളിലെ മാറ്റങ്ങൾ വേഗത്തിൽ ക്രെഡിറ്റ് സ്കോറിൽ പ്രതിഫലിക്കും. വായ്പകൾക്കായി അപേക്ഷിക്കുന്നവർക്ക് ഇത് ഏറെ സഹായകരമാകും. അടുത്തത് LPG ഇന്ധനവിലയിലെ മാറ്റങ്ങളാണ്. ഗാർഹിക അതുപോലെ വാണിജ്യ LPG സിലിണ്ടറുകളുടെയും വിമാന ഇന്ധനത്തിൻ്റെയും വില ജനുവരി 1 പരിഷ്കരിക്കും. ഇത് സാധാരണക്കാരുടെ അടുക്കള ബജറ്റിനെയും വിമാനയാത്രാ നിരക്കിനെയും ബാധിച്ചേക്കാം. അന്താരാഷ്ട്ര വിപണിയിലെ അസംസ്കൃത എണ്ണവിലയിലെ മാറ്റങ്ങൾക്കനുസരിച്ചാകും ഈ പരിഷ്കരണം. അടുത്തത് PM കിസാൻ പദ്ധതിക്ക് പുതിയ ഫാർമേഴ്സ് ID. PM കിസാൻ പദ്ധതിയിൽ ജനുവരി 1 മുതൽ പുതിയ അപേക്ഷകർക്ക് പ്രത്യേക ഫാർമർ ID നിർബന്ധമാക്കി. കൃഷിഭൂമി, രേഖകൾ, ആധാർ, ബാങ്ക് വിവരങ്ങൾ എന്നിവ ഡിജിറ്റലായി ബന്ധിപ്പിക്കുന്നതിലൂടെ ആനുകൂല്യങ്ങൾ നേരിട്ട് കർഷകരിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കാനാണിത്. നിലവിലെ ഗുണഭോക്താക്കളെ ഈ മാറ്റം ബാധിക്കില്ല. അടുത്തത് നികുതിദായകർക്കായി കൂടുതൽ ലളിതമായ ITR ഫോമുകൾ ജനുവരി മുതൽ ലഭ്യമാക്കും. ബാങ്ക് ഇടപാടുകളും ചെലവുകളും മുൻകൂട്ടി രേഖപ്പെടുത്തിയ രീതിയിലാകും പുതിയ ഫോമുകൾ. ഇത് നികുതി ഫയലിംഗ് നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും. അടുത്തത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സുരക്ഷ. ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായി UPI ഇടപാടുകളിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ ഏർപ്പെടുത്തും. വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾക്ക് കൂടുതൽ ശക്തമായ SIM വെരിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കും. അടുത്തത് കോ-ലാൻഡിംഗ് നിയമങ്ങൾ. ബാങ്കുകളും NBFCകളും സംയുക്തമായി വായ്പ നൽകുന്ന രീതിയിൽ RBI പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. വായ്പയുടെ കുറഞ്ഞത് 10% ഓരോ സ്ഥാപനവും സ്വന്തം പുസ്തകത്തിൽ നിലനിർത്തണമെന്നതാണ് പുതിയ നിയമം. ഇത് വായ്പാ വിതരണത്തിലെ സുതാര്യത വർദ്ധിപ്പിക്കും.